വണക്കം, ദിസ് ഇസ് സ്റ്റാഫ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്, ഒരു മൂകാംബിക യാത്രയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് മാവേലി എക്സ്പ്രസ്സിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി നമ്മൾ മാംഗ്ലൂർ ഇറങ്ങി. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു റെൻറ്റേ കാർ ടീമിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെൻറ്റേ കാർ എടുത്ത് ഒരു ബെലീനോ പെട്രോൾ മാനുവലാണ്. ഒരു 3 days നമ്മളൊരു 5 day ട്രിപ്പൊക്കെയാണ്. നമ്മൾ പോകുന്ന മൂകാംബിക, ഉടുപ്പി, മുരുടേശ്വർ, പിന്നെ കാസർഗോഡ് വന്നിട്ട് ബേക്കൽ ഗോശാലയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വണ്ടി എടുത്ത് യാത്ര തിരിച്ചു. ഒരു 1.5 hour ജേണി ഉണ്ട്. അപ്പോൾ ഒരു അടിപൊളി മൂകാംബിക യാത്രയാണ് നിങ്ങളിനി കാണാൻ പോകുന്ന വീഡിയോ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മളിങ്ങനെ ഹൈവേ കൂടെ യാത്ര ചെയ്യാണ്. ഇത് ഗോകർണയൊക്കെ പോകാൻ പറ്റുന്ന ഹൈവേ ആണ്. ഉടുപ്പി വഴി, കുന്താപ്പുര ഉടുപ്പി വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്ത റോഡാണ്, നല്ല ഹൈവേ ആണ്, നല്ല റോഡാണ്. അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബാക്കി യാത്ര. അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ഫോണിൻ്റെ കയ്യിൽ ഒരു ഹോട്ടലിൽ നിർത്തി. ഹോട്ടൽ മന്ദാര വെജ്. നമുക്ക് ഇവിടുത്തെ ഒരു തനതായ ഭക്ഷണം ഉണ്ടാക്കി നോക്കാം. ഞാൻ പണ്ട് വന്നുള്ള കഴിച്ചിട്ട് ഓർമ്മയുണ്ട്, ഇവിടുത്തെ സാമ്പാറിനൊരു മധുരമുണ്ട്. അപ്പോൾ ഒരു വസ്തുവോടെ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മളിതാ ഈ മന്ദാര വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ കഴിക്കാനുള്ളത് നോക്കാം. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തു. വൈറ്റ് ബെലീനാണ് നമ്മൾ രണ്ടിന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കയറി ഭക്ഷണം കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ഇനിയൊരു 1 hour ഉണ്ടല്ലേ. ഇനിയൊരു 1 hour മൂകാംബികയ്ക്കുണ്ട്. നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. എന്തായാലും കയറി ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഇഡലി സെറ്റ് പറഞ്ഞു. പിന്നെ അതും എന്തോ ഒരു സ്പെഷ്യൽ മസാല ദോശ പറഞ്ഞു, ഒരു കോഫിയും പറഞ്ഞു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. വലിയ പ്രൈസിയും ഇല്ല അല്ലേ, നോർമൽ പ്രൈസൊക്കെ തന്നെയാണ്. എന്നാലും ഇവിടുത്തെ സാമ്പാറിൻ്റെ സ്വീറ്റ്സ് ആണെന്ന് പണ്ട് എനിക്കറിയാം. പിന്നെ അവർ ചോദിച്ചു ഈ ഇഡലി സാമ്പാറിനകത്ത് സാമ്പാർ ഡിപ്പ് ചെയ്ത് കൊണ്ട് വരണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ജ്യൂസ് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ ഇഡലി എത്തിയിട്ടുണ്ട്. ഇഡലി, സാമ്പാർ, വൈറ്റ് ചട്നി. ആദ്യം സാമ്പാർ നമ്മുടെ സ്വീറ്റാണെന്ന് പറഞ്ഞത്. അതെ, സാമ്പാർ ചെറിയൊരു സ്വീറ്റുള്ള സാമ്പാറാണ്. അതിന് ചെറിയൊരു സ്വീറ്റ് ഉണ്ടല്ലോ ഈ സാമ്പാർ. ഞാൻ പറയുന്നത് അത് ഭയങ്കര രസമാണ് കേട്ടോ, ചെറിയൊരു സ്വീറ്റോടുകൂടി കഴിക്കാൻ. അപ്പോൾ നമുക്കിങ്ങനെ ഇഡലി എടുത്ത് നല്ല സ്മൂത്ത് ഇഡലി ഇങ്ങനെ എടുക്കുന്നു. സാമ്പാറിലൊരു ഡിപ്പ് എടുക്കുന്നു, കഴിക്കുന്നു. കൊള്ളാം, അടിപൊളി. നല്ല ഇഡലിയിലുണ്ട്, സ്മൂത്ത് ഇഡലിയാണ്. സോ അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഇഡലിയും സാമ്പാറും നല്ലൊരു ബീഫ് മസാല ദോശയും കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അതിൻ്റെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. കാര്യം ഗീ മസാല ദോശ 80 rupees ഉള്ളൂ. പിന്നെ നമ്മുടെ ഇഡലിക്ക് 40 ഒക്കെ ഉള്ളൂ. എല്ലാം കൂടെ ബില്ലൊരു 200-230 റേഞ്ചാണ്. നമ്മുടെ നാട്ടിൽ അതേ പ്രൈസ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഭക്ഷണം. എനിക്ക് ആ ഗീ മസാല ദോശ ഇഷ്ടപ്പെട്ടു. ഗീയൊക്കെ നല്ല ടേസ്റ്റുള്ള ഗീയാണ്. അപ്പോൾ ഇനി നമ്മൾ ബാക്കി യാത്ര തുടരുന്നു. ഇതാണ് നമ്മുടെ ബെലീനോ കാറ്. ഇവിടെ നിന്ന് റെൻ്റ് എടുക്കുമ്പോൾ പേപ്പേഴ്സൊക്കെ അവർ തരും. പിന്നെ നമ്മളൊരു വീഡിയോ മൊത്തം എടുക്കണം. കാര്യം തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ സ്ക്രാച്ച് കൊണ്ടുപോകാൻ നോക്കണം. പക്ഷെ നല്ല കണ്ടീഷനായിട്ടുള്ളൊരു കാറാണ്, നല്ല കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ബാക്കി യാത്ര തുടരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിച്ച് കുന്താപ്പുര എത്തി. കുന്താപ്പുരയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മൂകാംബിക റോഡ് കയറി. ഇനി ഇവിടുത്തെ ഒരു 30 kilometer മൂകാംബിക. ഇനി അങ്ങോട്ട് കാടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനോട് കാട് വഴി, അതെ, അതിനോട് ഞാൻ കാടൊക്കെ ഉണ്ടാവും എന്ന് പറയാം. അതിങ്ങനെ കാട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നല്ല റോഡാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുന്താപ്പുരയിൽ. അപ്പോൾ നല്ല റോഡാണ്. അങ്ങനെ ഞങ്ങൾ കാട്ടിനകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂകാംബികയിലേക്ക്. കൊല്ലൂർ മൂകാംബികയിലേക്ക് യാത്ര കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 13 kilometer ഉള്ളൂ. കയറിപ്പോയ ഒരു 20 minutes നമ്മൾ എത്തും. നമ്മൾ സ്റ്റേ ഒക്കെ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇനി കുറച്ച് പോകുമ്പോഴാണ് നമ്മുടെ ആ പ്രധാന മൂകാംബിക പോകുന്ന ആർച്ച്. ഇത് കാണുമ്പം കുറേ പേർക്ക് മനസ്സിലാവും. പിന്നെ ആ സിനിമ, നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന സിനിമയിലൊക്കെ ഉള്ളതാണ്. ചരിഞ്ഞടിക്കുന്നത്
അപ്പൊ എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പൊ ഇത് നമ്മുടെ മൂകാംബിക റോഡാണ്, അമ്പലത്തിലേക്ക് പോകുന്നത്. കാടാണ് അവിടെ, രണ്ട് സൈഡും കാടാണ്. കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ് കേട്ടോ, നല്ല രസമാണ്. ക്ലൈമറ്റ് ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് ആ ചൂടൊക്കെ അങ്ങ് മാറി, ഒരു ക്ലൗഡി പോലെ ആയി ക്ലൈമറ്റ്. രണ്ട് സൈഡും കാടാണ്. രാത്രിയൊക്കെ വന്നാൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. മാനൊക്കെ കാണും കേട്ടോ, മാനുണ്ടെന്ന് ബോർഡല്ലേ. ഇപ്പൊ 10 കിലോമീറ്റർ ആണ് ഇവിടെ. ആ ഫ്രണ്ടിലെ മലനിരകളൊക്കെ കാണും, ഭയങ്കര ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങൾ കൊല്ലൂർ മൂകാംബികയുടെ മെയിൻ ആർച്ച് കയറിയാണ്. കൊല്ലൂർ മൂകാംബിക, ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ. വെൽക്കം. ഇതാണ് മെയിൻ ആർച്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് വളരെ ഒരു 2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ നമ്മുടെ ടെമ്പിളോട്. ആ ഫ്രണ്ടിലെ മലനിരകളൊക്കെ എടുത്ത രസം നോക്കി കാണാനായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ്, നല്ല ക്ലൈമറ്റുമാണ്. സോ അങ്ങനെ ഞങ്ങൾ കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൻ്റെ അവിടെ എത്തി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ കാണുന്ന പുരാണിക് റെസിഡൻസിയാണ്. അവിടെ പോയി റൂമൊക്കെ കണ്ടു, കുഴപ്പമില്ല. 3000 റുപ്പീസാണ് AC റൂമിന്. AC വേണം, ചൂടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട തൊട്ടിപ്പുറത്തൊരു ഏരിയയിൽ അവർക്ക് വണ്ടി പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ റൂമിലോട്ട് പോകുന്നു. എന്നിട്ട് വിചാരിക്കുന്നു വൈകിട്ട് അമ്പലത്തിൽ പോകുന്നു. ഇനി പറ്റുവാണെങ്കിൽ ഒന്ന് സൗവർണികയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടൊന്ന് സൗവർണികയിൽ പോകാം എന്ന് വിചാരിക്കുന്നു. ഈ 2 കടകൾക്കിടയിലൂടെ അകത്ത് കയറിയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വന്നത്. അമ്പലത്തിൻ്റെ ഒരു 300 മീറ്ററാണ്. ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മെയിൻ വഴി. അവിടെ ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ ഈ താമസിക്കുന്ന പുരാണിക് റെസിഡൻസി. അപ്പം നമ്മൾ ആ റെസിഡൻസിയിലോട്ട് പോവാണ്. ഞാൻ റൂം ഒന്ന് കാണിച്ചു തരാം. സോ നമ്മുടെ റൂം 107 ആണ്. അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു സാധാ AC റൂമാണ്. ഡബിൾ ബെഡും അത്യാവശ്യം വേണ്ട അമ്യൂണിറ്റീസ് എന്ന് പറയാൻ TV ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഡ്രസ് ഏരിയ കം വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. കുഴപ്പമില്ലാത്ത, അത്ര മോശമില്ലാത്ത റൂമാണ്. പിന്നെ ഇവിടുത്തെ വൈകിട്ട് കിട്ടുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി റെസിഡൻസി എന്ന് പറഞ്ഞ വലിയ പ്രോപ്പർട്ടി ഉണ്ട്. അത് ആക്ച്വലി ഞാൻ നോക്കിയ സമയത്ത് ഫുള്ളി ബുക്കാണ്. കാരണം ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. സോ ഇത് തന്നെ ദിസ് ഇസ് വെരി ഗുഡ്. നല്ലൊരു അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള, കുഴപ്പമില്ലാത്ത, മോശമല്ലാത്ത റൂമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മൾ റൂമിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ജസ്റ്റ് സൗവർണികയിൽ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ചൂടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് നേരം സൗവർണികയിൽ പോയി വെള്ളത്തിൽ കിടക്കാമെന്ന് വിചാരിച്ചു. അതും അതുപോലെ സൗവർണികയിൽ പോയിട്ടില്ല. അതും ആദ്യമായിട്ടാണ് മൂകാംബികയിൽ. സൗവർണികയിൽ പോയി ഈ ഒരു ചൂടത്ത് നല്ല തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം കിടന്ന് കുളിക്കാം. അപ്പോൾ നമ്മളങ്ങനെ സൗവർണികയിൽ അവിടെ കുളിക്കാനായിട്ട് വന്നതാണ്. വെള്ളം കുറവാണ്. പിന്നെ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. ഇതാ ഒരാൾ നടന്നു പോകുന്നുണ്ട്. കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഇവിടെ കടയുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കുറവാണ്. നമുക്ക് നോക്കിയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇതൊരു ഗണപതി ടെമ്പിളാണ് സൗവർണികയുടെ അവിടെയുള്ള. പിന്നെ ഡീപ്പ് വാട്ടർ ഡു നോട്ട് സ്വിം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റിൽ പോലീസൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ്ടോ, ഇതാണ് ആ ഒരു സൗവർണിക. ഇതാണ്ടോ, ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് കാലൊക്കെ നനച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ സൗവർണിക കേട്ടോ. വെള്ളം നല്ല കുറവാണ്. കാര്യം ഇവിടെ ബണ്ട് കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും വെള്ളം ഒഴുക്കും കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് വരാം. ഒട്ടും ഒഴുക്കില്ല വെള്ളത്തിന്. കാര്യം വേനൽക്കാലമല്ലേ, നല്ല വെള്ളം കുറവുണ്ട്. അല്ലെങ്കിൽ നല്ല ഒഴുക്കും, നല്ല ശക്തമായ ഒഴുക്കുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ 2 ഗാർഡ്സ് ഇരിപ്പുണ്ട്.
അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വന്നിട്ട് സവർണിങ്ങിൽ പോയി ഒന്ന് കാല് നനച്ചില്ലേ മോശമല്ലേ, അപ്പോൾ ഒന്ന് പോയി കാല് നനച്ചിട്ട് വരാം. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് സവർണിങ്ങിൽ കാലൊക്കെ നനച്ചിട്ട് തിരിച്ച് പോകണം. അത് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. വെള്ളം ഭയങ്കര കുറവാട്ടോ, അതുകൊണ്ട് ഒഴുക്കും കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുളിക്കാൻ നിന്നില്ല. പിന്നെ മീൻ കൊത്തും കേട്ടോ, വലിയ വലിയ മീനുണ്ട്. മീൻ കൊത്തി ഭയങ്കര വലുതല്ല, അതിനൊക്കെ മീൻ കൊത്തി. ഇതൊരു ടെമ്പിളാണ്, ഒരു ഗണപതി ടെമ്പിളാണ് നമ്മുടെ സൗവർണിക തീരത്തുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ സൗവർണിക നദി. ഇതിവിടെ കടയുണ്ട്, വെള്ളമോ കരിക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കാം. ടെമ്പിൾ ഇപ്പോൾ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. രാവിലെയും വൈകിട്ടും ഉണ്ട്. ഒരു ഗണപതി ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നോക്കട്ടെ. ബോർഡുണ്ട്. അതെ, ഗണപതി ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. വണ്ടി എടുത്തിട്ട് തിരിച്ച് പോയി ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് വൈകിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകണം. പറ്റുവാണെങ്കിൽ അമ്പലത്തിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കറങ്ങിക്കാണാം. അപ്പോൾ ഇതാണ് സൗവർണിക നദിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു സ്ഥലം കേട്ടോ. നല്ല ചൂടി സമയമുണ്ട്. ഇവിടെ നിന്നൊരു കരിക്ക് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കരിക്കുണ്ട്, അല്ലാതെ ലൈം സോഡയൊക്കെ ഉണ്ടെന്നോ. നമ്മളിത് 2 കരിക്ക് പറഞ്ഞു. പിന്നെ ഇവിടെ UP എല്ലായിടും എടുക്കും കേട്ടോ, എല്ലായിടും UP ഒക്കെ എടുക്കും. അപ്പോൾ ഒന്ന് കരിക്ക് കുടിച്ചിട്ടാവും ബാക്കി എക്സ്പ്ലോറേഷൻ. നമ്മുടെ വണ്ടി എങ്ങനെ അവിടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുമ്മാ നടക്കുകയാണ്. സ്ട്രൈറ്റ് അവിടെ കാണുന്നതാണ് അമ്പലം. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ, പുതിയ റെസ്റ്റോറൻറ്റ്സൊക്കെ വന്നു. രത്ന റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മൾ പോകുന്ന മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിലോട്ടാണ് പോകുന്നത്. കേരള ഹോട്ടല്. നേരെ കാണുന്നതാണ് അമ്പലം. നേരെ കാണുന്നത് ആക്ച്വലി അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. ഇവർ കറങ്ങി പോയി കഴിഞ്ഞാൽ അമ്പലമായി. 2 സൈഡിലും കടകളാണ്. ഈ കടകളൊക്കെ നമുക്ക് തോന്നുന്നു മറ്റേ അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിലൊക്കെ നമ്മുടെ കോട്ടയം നസീറിൻ്റെ കടയായിട്ടൊക്കെ പറഞ്ഞ ഇതിലേതോ കടകളൊക്കെയാണ്. ഇവിടെ ആ ഒരു CD കടയൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ പച്ചക്കറി കട, ആ ഒരു എന്താ പറയുക, നമ്മുടെ അജു വർഗീസ് വന്നിട്ട് ഓറഞ്ചൊക്കെ തട്ടിയിടുന്ന ആ ഒരു കട എന്ന് പറയുന്നത് ഈ കടയാണ്. ഈ തട്ടിയിൽ നിന്ന് ഓറഞ്ച് തട്ടിയിട്ടിട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ട് ഒരെണ്ണമൊക്കെ എടുക്കുന്നത്. ഇങ്ങോട്ട് പണ്ടൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല, നോക്കണം. പണ്ടത്തെ ഓർമ്മകളാണ്. പക്ഷെ നല്ല രസമാണ്. ഇവിടെ നിന്ന് രാവിലെ ജീപ്പ് ഉണ്ടാവും കുടജാദ്രിയിലേക്ക്. ഇവിടെ ജീപ്പിങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ടാവും കുടജാദ്രി പോകാനായിട്ട്. രാവിലെ ഇങ്ങനെ വിളിക്കും കുടജാദ്രി. ഈ സൈഡിലൊക്കെ ഒരുപാട് ജീപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു എല്ലാം പോയേക്കുവാണ്. അപ്പോൾ നേരെ അവിടെ ബാരക്കേഡ് ഉണ്ട് ആ റോഡിൽ. ആ ബാരക്കേഡ് കഴിഞ്ഞ് പോകുന്നതാണ് അമ്പലം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ആ കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ ഇങ്ങോട്ട് മാറ്റി കേട്ടോ, ഇങ്ങോട്ടായി. പണ്ട് ഇവിടെ ചെറിയൊരു കെട്ടിടമായിരുന്നു, അതിപ്പോൾ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ. ഇവിടെ എല്ലാം മറ്റേ സോനീസും ടോയ്സൊക്കെ കിട്ടുന്ന കടകളുണ്ട്. പിന്നെ കരിക്ക്, പിന്നെ നാരങ്ങ വെള്ളം അങ്ങനെ കിട്ടുന്ന കടകളാണ്. നേരെ കയറി കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ ഒരു ഓഡിറ്റോറിയം ആണ് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് വർഷങ്ങൾ പരിപാടികൾ നടത്തിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ കച്ചേരി നടത്തിയിട്ടുണ്ട്. പിന്നെ സാന്നിധ്യം ബെഞ്ച് റെസ്റ്റോറൻറ്റ്, ഇവിടെ എല്ലാം ചുറ്റും സ്റ്റേയും റെസ്റ്റോറൻറ്റും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മഹാലക്ഷ്മി റെസിഡൻസി ഉണ്ട്, അവിടെ നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മഹാലക്ഷ്മി റെസിഡൻസി. സ്റ്റേ ചെയ്യാനായിട്ട് നല്ല ഹോട്ടലാണ്. അതോടൊപ്പം ഇവിടെ നല്ല റെസ്റ്റോറൻറ്റും ഉണ്ട്. മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഒത്തിരി പണ്ട് വരുമ്പോൾ ഒന്നുമില്ല, എനിക്കിവിടെ ഒരു 5 years 6 years ബാക്ക് ഞാൻ കൂടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല റെസ്റ്റോറൻ്റാണ്. ഞാൻ ഇവിടെയാണ് ആക്ച്വലി ആദ്യം സ്റ്റേ നോക്കിയത്, പക്ഷേ കിട്ടിയില്ല. ഇതെപ്പോഴും ഫിൽഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് റൂമിൽ പോയി കുറച്ചുകൂടെ വിശ്രമിച്ചിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോകാം. ഇത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഈ മഹാലക്ഷ്മി റെസിഡൻസി. സോ അങ്ങനെ നല്ലൊരു ഭക്ഷണം മഹാലക്ഷ്മി റെസിഡൻസിയിൽ നിന്ന് കഴിച്ചു. ലാസ്റ്റ് ഒരു കേർഡ് റൈസ് മേടിച്ചു കേട്ടോ. കേർഡ് റൈസ് അല്ലായിരുന്നു. പിന്നെ ഞാനൊരു നാൻ മേടിച്ചു, പനീർ ബട്ടർ മസാല മേടിച്ചു. കഴിച്ചിട്ട് ജസ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇതാണ് നമ്മുടെ മൂകാംബികയിലെ ആ ഒരു ഓഡിറ്റോറിയം. ഇവിടെ എപ്പോഴും പ്രോഗ്രാമാണ്, നല്ല ഓഡിറ്റോറിയം ഉണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്നൊരു ഓഡിറ്റോറിയമാണ്. കാര്യം അറൗണ്ട് ഒരു 10-12 വർഷത്തോളം ഞാനിവിടെ നവരാത്രി ടൈമിൽ കച്ചേരി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ് ഈ ഒരു ഓഡിറ്റോറിയം കാണുമ്പോൾ. എന്താ ഇപ്പോൾ രഥമൊക്കെ ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. അകത്തൊരു രഥം ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് മൂകാംബികയുടെ ആ ഒരു സ്റ്റേജ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തി. 3 മണിക്ക് വൈകിട്ട് അമ്പലം തുറക്കും. 3 to രാത്രി 9 മണി വരെയാണ്. അപ്പോൾ 3 മണിക്ക് പോയാൽ തിരക്ക് നോർമലി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ന് റെഡിയായി അതൊക്കെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി തൊഴിലൊക്കെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അകത്തോട്ട് വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. അപ്പോൾ അത് അമ്പലത്തിൽ പോയി തൊഴിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനി പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺ, ട്രാവൽ കപ്പ്.
അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു വന്നു കേട്ടോ. ഒരു 3 o'clock പോയി. ആ ടൈമിലൊന്നും ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകിട്ട് 5 മണി 6 മണിക്കൊക്കെയാണ് പൂജ തുടങ്ങുന്നത്. അപ്പോഴാണ് തിരക്കുള്ളത്. അപ്പോൾ നമ്മളൊരു 3-4 വട്ടം കയറി അടിപൊളിയായിട്ട് തൊഴുതലായിരുന്നു. സൂപ്പറായിട്ട് കയറി കേട്ടോ. കുറേ വട്ടം കയറി തൊഴു. പിന്നെ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിലാണ് ഡാൻസ് ചെയ്യുന്നത്. പാടയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നിട്ട് മുണ്ടൊക്കെ ഒന്ന് മാറി എന്നിട്ട് ചുമ്മാ ഒന്ന് റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ചായ കുടിക്കണം. ചായ കുടിക്കാൻ മഹാലക്ഷ്മിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ പോകണം. എന്നിട്ട് ചുമ്മാ ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഹോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഈ തെരുവുകളിലൂടെയൊക്കെ നടക്കാൻ ഒരു രസമാണ്, ഒരു വൈബാണ്. നമ്മുടെ ഒരുപാട് ഹോട്ടൽസും ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളും ഒക്കെയാണ്. പിന്നെ അവിടെ നമ്മുടെ മൂകാംബികയുടെ ആ ഒരു ടെമ്പിൾ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുവാണ്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് വൈകുന്നേരങ്ങളിൽ. ഈ അമ്പലത്തിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മലയാണ് ആ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാൻ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാം. കുട്ടികളാണോ ഈ അടുത്ത് പെർഫോം ചെയ്വിടെ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശ്രീ ഗണേഷ് ഗ്രാൻഡ് പ്യൂർ വെജ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, റെസ്റ്റോറൻറ്റ്, പിന്നെ ഇവിടെ അതൊരു ബീന റെസിഡൻസി, സീത ഡീലക്സ് ലോഡ്ജ് കൊല്ലൂർ. ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളി ബുക്ക്ഡ് ആവും. അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ നിങ്ങൾ മൂകാംബികയൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരുപാട് നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം ഇവിടെ വെക്കേഷൻ ടൈം ഏപ്രിൽ മെയ് സീസണാണ്. കാര്യം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ട് ഇവിടെ വന്ന് അവർ പരിപാടി അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ തിരക്കുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ വെക്കേഷൻ ആയതുകൊണ്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു തിരക്ക്. ഇതുണ്ടോ കുടജാദ്രി ജീപ്പ് സ്റ്റാൻഡ്. പണ്ട് ആ കൊല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന വഴിയിൽ അവിടെയായിരുന്നു. അത് ആ പോലീസ് സ്റ്റേഷനാണ്. ഇപ്പോൾ അത് നമ്മുടെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ് ഉണ്ട് അമ്പലത്തിൻ്റെ. ആ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലായി. ഞാൻ ഇന്നവിടെ നമ്മുടെ റൂമിനോട് റിസപ്ഷനിൽ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മുടെ പ്ലാൻ നാളെ രാവിലെ കുടജാദ്രി പോകണം. ഒരു 6 o'clock എണീക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രിപ്പ് തന്നെ മാക്സിമം നേരത്തെ പോയി ചൂട് കൂടുമ്പോൾ തന്നെ തിരിച്ചു വരാമെന്നുള്ള പ്ലാനിലാണ്. കുടജാദ്രി പോകണം. അങ്ങനെ കുറച്ച് പ്ലാനുണ്ട്. ഇവിടെ നന്ദിനി മിൽക്ക് പാർലർ, നമുക്ക് നന്ദിനി മിൽക്കിൻ്റെ ഒരു പാർലറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കടകളും സ്റ്റേയും ഓഡിറ്റോറിയം ഒക്കെയാണ്. ഒരു പ്രത്യേക രസമാണ് കേട്ടോ വൈകിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാനും ഓരോ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ഒക്കെ. ഈ നടന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ, സ്ട്രീറ്റൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഇതുണ്ടോ നന്ദിനി മിൽക്ക് പാർലർ, നന്ദിനിയുടെ പ്രോഡക്ട്സാണ്. അവിടെ മലകരകളൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. ഇത് ശ്രീ മൂകാംബിക സഭാഭവൻ, ഒരു ഓഡിറ്റോറിയമാണ്. അതിൻ്റെ പാർക്കിംഗ് ആണ്. അങ്ങനെ അപ്പം നമ്മുടെ ഈ ലളിതാംബിക ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തൊരു ഏരിയയിൽ ഈ ജീപ്പൊക്കെ ഇവിടെയാണ് അടുക്കിയിട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഈ കുടജാദ്രി പോലുള്ള ജീപ്പൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇപ്പോൾ ഈ പുള്ളി ജീപ്പ് പോയി വന്നതാണ് സെക്കൻഡ് ട്രിപ്പ്. ഇവിടെ ഫുൾ ജീപ്പ് ഇട്ടിട്ടുണ്ട്. രാവിലെ 5 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് വന്നാൽ അടുത്ത ജീപ്പ് എടുത്ത് പോകാം. ഒന്നീ പ്രൈവറ്റായിട്ട് പോകാം. പ്രൈവറ്റായിട്ട് പോകാമെങ്കിൽ 4000 രൂപയാണ്. ഐദർ 570 ഒരാൾക്ക്, ഇല്ലെങ്കിൽ 4000 രൂപ. 570 ഇപ്പോൾ നമ്മൾ 2 പേരുള്ളതുകൊണ്ട് ബാക്കി ഒരു മൊത്തം 8 പേർക്കൊന്നും പോകാം. ബാക്കി ആൾക്കാർ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ്. വെയിറ്റ് ചെയ്ത് പോയി ഷെയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അപ്പോൾ നാളെ രാവിലെ വന്ന് നമുക്ക് നേരെ കുടജാദ്രി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങി നല്ലൊരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്നു. ഇനി വിശ്രമിക്കണം. നാളെ രാവിലെ അടുത്ത് കുടജാദ്രി പോകണം. മെയിൻ സംഭവമാണ് നമ്മുടെ മൂകാംബികയിൽ വന്നാൽ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു മൂകാംബി യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. Thanks for watching the video. If you're not subscribed to the channel, please do subscribe and hit the bell icon to notification for our next video. This is Shark Up. Bye. Bye.